ഇന്ന് നമ്മളൊരു ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പാലിന് പകരമായിട്ട് വെള്ളം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് സേമിയാണ് എടുത്തിട്ടത്. സാധാരണ സേമിയ ഉണ്ടല്ലോ, അപ്പോൾ അത് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ സേമിയ ഇട്ടിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് കളറ് മാറിയിട്ടിട്ട്, അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊരു ഇങ്ങനെ റോസ്റ്റായിട്ടൊരു വെള്ള കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കുന്നുണ്ട്. ആ ഒരു സേമിയൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മധുരം മതിയെന്ന് വിചാരിച്ചാൽ ചേർത്തത്, പക്ഷേ അത് ഒട്ടും മധുരം ഇല്ലായിരുന്നു. പിന്നീട് ഞാനൊരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇപ്പോൾ ഇതാ നമ്മൾ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ആ ഒരു തിളച്ച ആ ഒരു ചെറുതായിട്ട് ആ ചൂടൊക്കെ ഒന്നിങ്ങനെ മാറിയതിന് ശേഷം നമ്മളതിലേക്ക് കസ്റ്റാർഡ് ഉണ്ടായിരുന്നു, നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കസ്റ്റാർഡ് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് തിളച്ചൊന്നിങ്ങനെ കുറുകും. ആ സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോഴാണ് മധുരം കുറവുണ്ടായിരുന്നത്, 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആദ്യമേ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചൂടാറാനായിട്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് നമ്മൾ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ. തണുത്തൊക്കെ നല്ല സെറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും പായസം പോലെ കുറേശ്ശെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മാംഗോ, ആപ്പിൾ, ഉറുമാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ചെറിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഈ സേമിയ കസ്റ്റാർഡ് ചേർത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് അതുപോലെ ബദാമും പിസ്തയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിലൊക്കെ ബൗളിലൊക്കെ സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഫ്രൂട്ട് സലാഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വലിയൊരു ഗ്ലാസ്സിലേക്കും സെറ്റ് ചെയ്യുകയാണ്. സബ്ജ സീഡ്സ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ ആ ഒരു കസ്റ്റാർഡ് സേമിയ ചേർത്തു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒന്നും കൂടെ ഞാൻ സബ്ജ സീഡ്സിൻ്റെ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുത്തിട്ട് കസ്റ്റാർഡും ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ നമ്മളെ ബ്ലാക്ക്ബെറിയും ചെറിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കസ്കസും ആ ഒരു സേമിയ അതുപോലെ കസ്റ്റാർഡും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.